ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കാൻ ഇടയായത് യാദൃശ്ചികമല്ല. ഈ നിമിഷം, ഈ നൊടിയിൽ പ്രപഞ്ചം നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. വൃശ്ചിക രാശിക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രനാളും മറഞ്ഞുകിടന്നിരുന്ന ചില സത്യങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഒന്നൊന്നായി പുറത്തുവരാൻ തുടങ്ങിയിരിക്കുകയാണ്. ആ സത്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാകാം, ചിലപ്പോൾ നിങ്ങൾ കാത്തിരുന്നതുമാകാം. എന്നാൽ ഒന്നുറപ്പാണ്, ഇനി ഒന്നും ഒളിഞ്ഞിരിക്കില്ല. വൃശ്ചികം എന്ന രാശി ഒരിക്കലും ലളിതമായ ഒന്നല്ല. ആഴക്കടലിന്റെ അടിത്തട്ടിൽ പോലും ആ രാശിയുടെ സ്പന്ദനം അനുഭവപ്പെടും. ചൂള കൊണ്ട് കഠിനമാക്കിയ ലോഹം പോലെ ജീവിതത്തിന്റെ ഓരോ അഗ്നിപരീക്ഷയിലൂടെയും കടന്നുവന്ന് ഉരുക്കിൽ തീർത്ത ആത്മാക്കളാണ് നിങ്ങൾ. പക്ഷേ ഈ ഘട്ടത്തിൽ ഗ്രഹങ്ങൾ ഒരുക്കിയിരിക്കുന്ന ചിത്രം, അത് അത്ര ലളിതമായി വായിക്കാൻ കഴിയില്ല. അത് വായിക്കണമെങ്കിൽ ഒരു ആഴത്തിലുള്ള ഉൾക്കാഴ്ച വേണം, ഒരു ആത്മീയ തൊടുപ്പ് വേണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ, ചില ഗ്രഹസംക്രമണങ്ങൾ, ചില കർമ്മതിരിവുകൾ, ചില ഒളിഞ്ഞ സത്യങ്ങൾ, ഇവ ഒരുമിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശക്തമായ ആഘാതം, അതിന്റെ പൂർണ്ണചിത്രം ഇന്ന് ഇവിടെ തുറക്കാൻ പോകുകയാണ്. ഒരൊറ്റ വാക്ക് പോലും നിങ്ങൾ കാണാതെ പോകരുത്. ഒരൊറ്റ നിമിഷം പോലും ശ്രദ്ധ വ്യതിചലിക്കരുത്. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ദൈവിക സന്ദേശമാണ്. വൃശ്ചിക രാശിക്കാർ ഇത്രനാളും ഒരു കടുത്ത ആന്തരിക പോരാട്ടത്തിൽ ആയിരുന്നു. ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഇരമ്പുമ്പോഴും പുറത്ത് ശാന്തതയുടെ മുഖം കാണിക്കുന്ന ആ ഒരു സ്വഭാവം, അത് നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. ആരും കണ്ടിട്ടില്ലാത്ത ആ കണ്ണീർ, ആരും കേട്ടിട്ടില്ലാത്ത ആ നിലവിളി, അതൊക്കെ ഈ ആകാശം കണ്ടിട്ടുണ്ട്, നക്ഷത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനി ആ കണ്ണീരിന് ഒരു ഉത്തരം ലഭിക്കാൻ സമയമായി. ആ ഉത്തരം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏതു ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കാർ? ഏതു ദൈവനാമം ഉച്ചരിക്കുമ്പോഴാണ് ആ ഒരു ആശ്വാസം ഉള്ളിൽ നിറയുന്നത്? ആ ഇഷ്ടദേവരുടെ പേര് ഇപ്പോൾ താഴെ കമന്റ് ചെയ്യൂ. ഒരു ഭക്തഹൃദയത്തിന്റെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ഈ നിമിഷം നിങ്ങൾ ആ നാമം ഉച്ചരിക്കുമ്പോൾ ആ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ വീഡിയോ ആർക്കൊക്കെ ഉതകുമെന്ന് തോന്നുന്നുവോ ആ പ്രിയപ്പെട്ടവർക്ക് ഇന്നു തന്നെ ഷെയർ ചെയ്യൂ. ഒരു ആത്മാവിന് ഒരു ദൈവിക സന്ദേശം എത്തിക്കുന്നതും ഒരു പുണ്യം തന്നെ. ഈ നക്ഷത്രഫലം ഇഷ്ടമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിടൂ. ആ ഒരു ചെറിയ പ്രവൃത്തി ഒരു ദൈവിക ഊർജ്ജ കൈമാറ്റമാണ്. ഇവിടെ ഒത്തുകൂടിയ ഓരോ ആത്മാവും ഈ ഊർജ്ജ ഒഴുക്കിന്റെ ഭാഗമാണ്. ഇനി ജ്യോതിഷ സേവനങ്ങളെക്കുറിച്ചൊരു കാര്യം, നിങ്ങളുടെ ജനന ജ്യോതിഷ ഫലം വ്യക്തിഗതമായി അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? വിവാഹ ജാതക പൊരുത്തം പരിശോധിക്കണോ? ദശ, ഭുക്തി, ഗ്രഹദോഷ നിവാരണ ചിന്തകളുണ്ടോ? ഇതിന്റെ വിശദ വിവരങ്ങൾ കമന്റ് വിഭാഗത്തിൽ ലഭ്യമാണ്. ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്, ഒരു ദൈവദത്ത ജ്ഞാനമാണ്. ആ ജ്ഞാനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം തെളിക്കട്ടെ. ഭക്തിയോടും വിശ്വാസത്തോടും ആ വഴി തേടൂ. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ഊർജ്ജ ഒഴുക്കിലേക്ക് ഇറങ്ങാം. ആകാശം ഇന്ന് വൃശ്ചിക രാശിക്കാരോട് പ്രത്യേകമായി ഒരുക്കിവെച്ചിരിക്കുന്ന ഒരു ഗ്രഹചിത്രമുണ്ട്. ഗുരു, ശനി, രാഹു, കേതു, ഈ 4 ഗ്രഹശക്തികളുടെ ഒരു അസാധാരണ സംഗമം ഇന്ന് വൃശ്ചിക ജാതകങ്ങൾക്ക് ചുറ്റും ഒരു കർമ്മചക്രം തീർക്കുകയാണ്. ഇത് ഒരു സാധാരണ ഗ്രഹചലനമല്ല. ഇത് ഒരു ജീവിതകാലത്ത് ഒരു പ്രാവശ്യം മാത്രം ഉണ്ടാകുന്ന ഒരു കർമ്മ തിരിവാണ്. ഗുരുവിനെ ആദ്യം നോക്കാം. ഗുരു ജ്ഞാനത്തിന്റെ ആൾ, ഭാഗ്യത്തിന്റെ ആൾ, ദൈവകൃപയുടെ ജ്വലിക്കുന്ന ദൂതൻ. ഗുരു ഇപ്പോൾ വൃശ്ചിക ജാതകരുടെ ജീവിതത്തിൽ ഒരു സൂക്ഷ്മ ദൃഷ്ടി വേൽക്കുകയാണ്. ഗുരുവിന്റെ ഈ ദൃഷ്ടി ഒരു ശ്രദ്ധയുടെ ദൃഷ്ടിയാണ്. ഈ ആത്മാവ് ഇനി ഉണരേണ്ട സമയമായി എന്ന ഒരു ദൈവിക ഓർമ്മിപ്പിക്കൽ. ഗുരു വൃശ്ചികത്തിൽ നിന്ന് 6, 7, 8 ഈ ഭാവങ്ങളിൽ ദൃഷ്ടി ചെലുത്തുമ്പോൾ ജീവിതത്തിലെ ആരോഗ്യം, ദാമ്പത്യം, ആഴത്തിലുള്ള പരിവർത്തനം, ഈ 3 മേഖലകളിലും ഒരേ സമയം ഒരു ഉണർവ് ഉണ്ടാകാൻ തുടങ്ങുകയാണ്. ഇത് സ്വപ്നമല്ല, ഇത് ഗ്രഹഗണിതമാണ്. ഗുരുവിന്റെ ഊർജ്ജം ഒരു നേർരേഖയിൽ സഞ്ചരിക്കുന്നതല്ല. അത് ചിലപ്പോൾ ഒരു ഒഴുക്കുവെള്ളം പോലെ ശാന്തമായി വരും, ചിലപ്പോൾ ഒരു ഇടിമിന്നൽ പോലെ പൊടുന്നനെ ഉണരും. വൃശ്ചിക ജാതകരുടെ ജീവിതത്തിൽ ഈ ഗുരുദൃഷ്ടി ഇപ്പോൾ ഒരു ആഴത്തിലുള്ള ഉൾക്കൊള്ളൽ ഉണ്ടാക്കുകയാണ്. ഏതൊക്കെ ബന്ധങ്ങൾ യഥാർത്ഥമാണ്? ഏതൊക്കെ ബന്ധങ്ങൾ കേവലം ഉപകാരത്തിനു വേണ്ടി മാത്രമുള്ളതാണ്? ഏതൊക്കെ ആളുകൾ ഹൃദയം തുറന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു? ഏതൊക്കെ ആളുകൾ ഉള്ളിൽ മറ്റൊന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്ത് മധുരം കാണിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഗുരു ഇപ്പോൾ ഒരൊറ്റ ഒഴുക്കിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നുവെക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് ആദ്യം ഒരു ആഘാതം പോലെ തോന്നിയേക്കാം. ഇത്ര കാലവും വിശ്വസിച്ചത് തെറ്റായിരുന്നോ? ഇത്ര കാലവും കൊണ്ടുനടന്നത് ഒരു വ്യാജബന്ധമായിരുന്നോ? ഇങ്ങനെ ഉള്ളിൽ ഒരു കത്തൽ ഉണ്ടായേക്കാം. പക്ഷേ ആ ഉണർവ് ഒരു ശിക്ഷയല്ല. ആ ഉണർവ് ഒരു ദൈവിക കരുതലാണ്. ഇനി ഇവരെ ഉൾക്കൊള്ളേണ്ട, ഇനിയും ഭാരം ചുമക്കേണ്ട. ഞാൻ ഒരു വലിയ വഴി തുറക്കാം, ഇതാണ് ഗുരു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശനിയിലേക്ക് വരാം. ശനി കർമ്മന്യായാധിപൻ. ശനിക്ക് ക്ഷമ ഉണ്ട്, ക്ഷമ ഇല്ല. ശനി ഒരു കൃത്യഘടികാരമാണ്. ഓരോ ജന്മനാ ഓരോ കർമ്മഭാരം തൂക്കി, ഓരോ ദശയ്ക്ക് ഓരോ ഫലം നൽകി നീതി ഉറപ്പിക്കുന്ന ഒരു കൃത്യ ദൈവ ഉദ്യോഗസ്ഥൻ.
ശനി ഇപ്പോൾ വൃശ്ചിക ജാതകരുടെ ജീവിതത്തിൽ ഒരു ദീർഘനിരീക്ഷണം നടത്തി ഒരു കണക്ക് തെളിക്കുകയാണ്. ഈ കണക്ക് ഒരു ഭയഭ്രമം ഉണ്ടാക്കേണ്ടതല്ല. ഈ കണക്ക് ഒരു ആത്മജ്ഞാനത്തിലേക്കുള്ള ക്ഷണമാണ്. ഞാൻ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ ഏതൊക്കെ? ഞാൻ ഏതൊക്കെ ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ വേദന ഉണ്ടാക്കി? ഞാൻ ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കി? ഇവ ഒന്നൊന്നായി ശനി ഇപ്പോൾ മുൻനിരയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് ആ കർമ്മഭാരം ഒഴിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഇത് ഒരു ഒഴുക്കു ദിവസം അല്ല, ഇത് ഒരു ഒഴുകൽ ദിവസമാണ്. ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ആ ഭാരം, ആ ദുഃഖം, ആ ദ്വേഷം, ആ പരാതി, ഇവ ഒഴുകിപ്പോകാൻ ശനി ഒരു ചാനൽ തുറക്കുകയാണ്. ശനിയുടെ ഈ ദശ ഒരു ഗ്രഹപ്രഭാവമെന്ന നിലയ്ക്ക് 3 ഭവനങ്ങളിൽ ഒരേ സമയം തൊടുന്നുണ്ട്. ജീവിത ദൈർഘ്യം, ജോലിയുപജീവനം, ദൈനംദിന ആരോഗ്യം, ഈ 3 ഭവനങ്ങളിൽ ശനിയുടെ ഊർജ്ജം ഒരേ സമയം ക്രിയാശീലമാകുമ്പോൾ ഒരു ജാതകന്റെ ജീവിതത്തിൽ ഒരു ദ്രുത പ്രവർത്തന സമ്മർദ്ദം ഉണ്ടാകും. ഇനി ഇഴഞ്ഞു നടക്കേണ്ട, ഇനി ഉണർന്നു പ്രവർത്തിക്കൂ, ഇതാണ് ശനിയുടെ ഭാഷ. ഈ ഘട്ടത്തിൽ ചില വൃശ്ചിക ജാതകർ ജോലിയിൽ ഒരു അസാധാരണ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടാകും. ചില ദിവസം ഉൾക്കൊള്ളാൻ ആകാത്ത ഒരു ക്ഷീണം തോന്നുന്നുണ്ടാകും. ശരീരം ക്ഷീണിക്കുന്നുണ്ടാകും, ഉള്ളം ഉഴലുന്നുണ്ടാകും. ഇവ ശനിയുടെ ഒരു ഭൗതിക ആശ്ലേഷണ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഒരു ദൈവിക ശ്രദ്ധ നേടുന്നതിനുള്ള ഒരു ആഹ്വാനമാണ്. ഇതൊക്കെ ഒരു ദൃഢനിശ്ചയത്തിലേക്ക്, ഒരു ഉണർവിലേക്ക് ക്ഷണിക്കുന്ന ദൈവഭാഷ്യമാണ്. ഇനി ഏറ്റവും ഗൗരവമേറിയ ഭാഗത്തേക്ക് കടക്കാം. രാഹുവും കേതുവും. രാഹു, ആ ഇരുൾഗ്രഹം, ആ മഹാഭ്രമഗ്രഹം. ഏതൊക്കെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ആഴത്തിൽ പൂഴ്ത്തിവെച്ചിട്ടുണ്ടോ, ആ ആഗ്രഹങ്ങൾ ഒരേ സമയം ഉണർത്തുകയും ഒരേ സമയം ഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രഹശക്തി. രാഹു ഇപ്പോൾ വൃശ്ചിക ജാതകരുടെ ജീവിതത്തിൽ ഒരു ഭ്രമചുഴലി ഉണ്ടാക്കി. ആ ചുഴലിക്കുള്ളിൽ ചില ഒളിഞ്ഞ ആഗ്രഹങ്ങൾ, ചില ഒളിഞ്ഞ ഭയങ്ങൾ, ചില ഒളിഞ്ഞ ഉദ്ദേശ്യങ്ങൾ, ഇവ ഒക്കെ ഒന്നൊന്നായി ഉപരിതലത്തിലേക്ക് തള്ളിക്കൊണ്ടുവരികയാണ്. ഇതു ഭയാനകമായി തോന്നിയേക്കാം. ഇതൊക്കെ ഞാൻ മനഃപൂർവ്വം ഒളിപ്പിച്ചതൊന്നുമല്ലല്ലോ എന്ന് ചോദിക്കുന്നവർ ഉണ്ടാകും. ഉവ്വ്, ചിലതൊക്കെ ജന്മജന്മാന്തര കർമ്മഭാരങ്ങളാണ്. ചിലതൊക്കെ ഈ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തതാണ്. ഒരു കാര്യം മനസ്സിലാക്കൂ, ഇവ ഉണ്ടാകുന്നത് ഒരു ദൈവിക ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. ഇരുൾ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ ആകൂ. ഇരുൾ ഉള്ളിൽ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ ആകില്ല. രാഹുവിന്റെ ഈ ഊർജ്ജ ഒഴുക്ക് ഒരു പ്രത്യേക ദിശയിൽ ചലിക്കുന്നുണ്ട്. ദൂരദേശ കാര്യങ്ങൾ, വിദേശ ബന്ധങ്ങൾ, നവസ്ഥാനലാഭം, അപ്രതീക്ഷിത ഭൗതിക നേട്ടം, ഇവ ഒരു ഒഴുക്കിൽ വൃശ്ചിക ജാതകരുടെ ദ്വാരത്തിൽ മുട്ടിത്തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഒപ്പം ഒരു മുന്നറിയിപ്പ്. ഈ ഘട്ടത്തിൽ ഭ്രമവ്യക്തിത്വങ്ങൾ, വ്യാജബന്ധങ്ങൾ, കെണിക്ക് ക്ഷണിക്കുന്ന അവസരങ്ങൾ, ഇവയും ഒരേ ദ്വാരത്തിൽ കയറിവരും. ഇതിൽ ഏതു സ്വീകരിക്കണം, ഏതു തള്ളണം, ഈ വിവേകം ഇപ്പോൾ ഏറ്റവും ആവശ്യമാണ്. ഇനി കേതുവിനെ കേൾക്കൂ. കേതു, ആ വൈരാഗ്യഗ്രഹം. ഭൗതിക ആഗ്രഹങ്ങളോടുള്ള ഒരു ഉദാസീനത, ആന്തരിക ആഴത്തിലേക്കുള്ള ഒരു ആകർഷണം, ആത്മീയ ഉണർവിന്റെ ഒരു നിശബ്ദ ക്ഷണം, ഇതൊക്കെ കേതുവിന്റെ ഭാഷ. ഇനി ഈ നക്ഷത്രമാറ്റങ്ങളുടെ ഇടയിൽ നിങ്ങൾ എന്തു ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. ഗ്രഹങ്ങൾ മാറുന്നു, കർമ്മം തിരിഞ്ഞു നോക്കുന്നു, ഭാഗ്യം വഴിമാറി നടക്കുന്നു. ഇതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ആത്മബലം ഉറപ്പിക്കേണ്ടതുണ്ട്. ദൈവകൃപ ഒരു കൊച്ചുവിളക്കുപോലെ ഇരുട്ടിൽ തെളിയും. പക്ഷേ ആ വിളക്ക് കത്തിനിർത്തേണ്ടത് നിങ്ങളാണ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒന്നുണ്ട്. രാവിലെ ഉണർന്ന് സൂര്യോദയത്തിനു മുൻപ് ആ നിശബ്ദ നിമിഷത്തിൽ ഒരു നിമിഷം കണ്ണടച്ചിരിക്കൂ. ഈശ്വരനോട് ഒന്നും ചോദിക്കേണ്ട, ഒന്നും പ്രാർത്ഥിക്കേണ്ട. ആ മൗനത്തിൽ നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന നിമിഷമാണ് അത്. ആ ബന്ധം തന്നെ ഒരു ശക്തിയാണ്. ആ ബന്ധം തന്നെ ഒരു കവചമാണ്. ശനിയുടെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർക്കശമായി പതിഞ്ഞിരിക്കുന്ന ഈ നേരത്ത് ശനിദേവനെ പ്രസാദിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ശനിയാഴ്ചയും ഒരു ദീപം തെളിക്കുക. കറുത്ത എള്ള് ദൈവത്തിനു സമർപ്പിക്കുക. പ്രത്യേകിച്ച് പ്രാർത്ഥനക്ഷേത്രത്തിൽ ഭക്ത്യാദരവോടെ ദർശനം നടത്തുക. ദൈവം ഒരു ഗ്രഹനീജനെ ഒരു ഗ്രഹനിർദ്ദേശകനാക്കും. ഇതു വൃശ്ചികർ ഓർത്തിരിക്കണം. ശനി ശത്രുവല്ല, ശനി ഒരു ഗുരുവാണ്. കഠിനമായ ഗുരു, കണ്ണീരിലൂടെ പഠിപ്പിക്കുന്ന ഗുരു. പക്ഷേ ആ പഠിത്തം കഴിഞ്ഞാൽ ആ ശക്തി ആർക്കും തകർക്കാൻ കഴിയില്ല. രാഹുവിന്റെ ആധിപത്യമുള്ള ഈ കാലത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോടെങ്കിലും കോപിക്കേണ്ടി വന്നാൽ ആ കോപം ഉള്ളിൽ ഒതുക്കരുത്. ആ കോപം ഈശ്വരന്റെ മുന്നിൽ വയ്ക്കുക. ക്ഷേത്രത്തിൽ ചെന്ന് ഒരു നിമിഷം ഇരിക്കുക. ഇത് ഞാൻ വഹിക്കാൻ കഴിയില്ല, ഇത് നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു എന്ന് ഉള്ളിൽ ആ ദൈവത്തോട് പറയുക. ഈ ഒരൊറ്റ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കർമ്മദോഷം ഇല്ലാതാക്കും. കാരണം അടക്കിവച്ച ക്രോധം ആത്മാവിന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. കേതുവിന്റെ സ്വാധീനം ഈ സമയം ആത്മീയ ദാഹം ജനിപ്പിക്കും. ആ ദാഹം ഒരു ലക്ഷണമാണ്. നിങ്ങളുടെ ആത്മാവ് ഉണർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണം. ഈ നേരത്ത് ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം ദിവസവും ഉരുക്കഴിക്കൂ. ആ വാക്കുകൾ ഒരു കൊടിയ ബ്രഹ്മായുധം പോലെ നിങ്ങളെ കാക്കും. ഗുരുവിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ജ്ഞാനം സ്വീകരിക്കാനുള്ള ശേഷി ഇപ്പോൾ നിങ്ങൾക്ക് ഇരട്ടിയാണ്. ഈ ശേഷി നഷ്ടമാകും മുൻപ് ഉപയോഗിക്കുക.
ഒരു കർമ്മശുദ്ധി നടത്തുവാൻ ഈ കാലഘട്ടം ഏറ്റവും ഉചിതമാണ്. നിങ്ങൾ ആരോടെങ്കിലും ചെറിയ അനീതി ചെയ്തിട്ടുണ്ടോ? ആരുടെ മനസ്സ് നിങ്ങൾ അറിയാതെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇന്ന് ആ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ അതൊരു ദൈവിക സൂചനയാണ്. ആ മനുഷ്യനെ ഒന്നു ബന്ധപ്പെടുക, ഒരു ക്ഷമ ചോദിക്കുക. ആ ഒരൊറ്റ നടപടി ഒരു ഗ്രഹദോഷത്തിന്റെ ശക്തി ദുർബലമാക്കും. ജ്യോതിഷം ഗ്രഹനിലകൾ മാത്രമല്ല, കർമ്മബന്ധങ്ങളും ഒരുപോലെ കണ്ടിരിക്കുന്നു. ആ ബന്ധം ശുദ്ധമാകുമ്പോൾ ഗ്രഹദോഷം ദുർബലമാകും. ആഹാരക്കാര്യത്തിലും ഈ കാലത്ത് ഒരു ബദ്ധശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷണം ദൈവഭക്തിയോടെ ഒരു ചെറിയ നന്ദി പ്രകടിപ്പിച്ചിട്ട് കഴിക്കുക. ഈ ഒരൊറ്റ ശീലം ഗ്രഹ ഊർജം നിഷേധാത്മകതയിൽ നിന്ന് ക്രമേണ ഭാവാത്മകതയിലേക്ക് മാറ്റും. ചെറിയ ചെറിയ ശീലങ്ങൾ, ഇവ ജ്ഞാനികൾ കർമ്മശുദ്ധിക്കായി ഉപദേശിക്കുന്ന ഏറ്റവും ലളിതമായ മാർഗങ്ങളാണ്. ഒരു ദിവസത്തിൽ കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും ഒരു ദേവാലയത്തിൽ ഇരുന്ന് നിശബ്ദമായി ഇരിക്കുക. വലിയ പ്രാർത്ഥനകൾ ആവശ്യമില്ല. ആ ആലയത്തിന്റെ ഊർജം, ആ സ്ഥലത്ത് ആയിരക്കണക്കിന് മനുഷ്യർ ചൊരിഞ്ഞ ഭക്തിയുടെ ഊർജം, അത് ആ 5 മിനിറ്റിൽ നിങ്ങളിൽ ഊർജം പകരും. ഈ ലളിത പ്രക്രിയ ആത്മശക്തി വർദ്ധിപ്പിക്കും. ഈ ഊർജം ഗ്രഹദൃഷ്ടികൾക്കൊരു കൊട്ടാരം പോലെ കാക്കും. ഇനി ആ ഒഴുക്ക് ഉൾക്കൊള്ളൂ. ജ്ഞാനം കിട്ടി, ദോഷപരിഹാരം അറിഞ്ഞു, ഇനി കർമ്മഫലം അനുഭവിക്കാൻ ജീവിതം ഒരുങ്ങുന്നതു കണ്ടുനോക്കൂ. വൃശ്ചിക രാശിക്കാരുടെ തൊഴിൽ മേഖലയിലേക്ക് ഇപ്പോൾ വരുന്നത് ഒരു ദ്വന്ദ്വ ഊർജ പ്രവാഹമാണ്. ഒരു ഭാഗത്ത് ഗുരുവിന്റെ ഐശ്വര്യദൃഷ്ടി, മറ്റൊരു ഭാഗത്ത് ശനിയുടെ കഠിനദൃഷ്ടി. ഈ രണ്ടും ഒരേ സമയം ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടം ആർക്കെങ്കിലും ഒരു വലിയ ഉയർച്ചയുടെ ആരംഭം ആകാം, ആർക്കെങ്കിലും ഒരു കഠിനമായ പരീക്ഷണം ആകാം. ഇതിൽ ഏതു സംഭവിക്കും എന്നത് നിങ്ങളുടെ ഇതുവരെ ഉള്ള കർമ്മബലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ഈ ആദ്യ 7 ദിവസം ഒരു പ്രത്യേക നിരീക്ഷണ ഘട്ടമാണ്. ഓഫീസ് പരിതസ്ഥിതിയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകും. ആരൊക്കെ നിങ്ങൾക്ക് അനുകൂലം, ആരൊക്കെ പ്രതികൂലം എന്ന് ഈ ദിവസങ്ങൾ വ്യക്തമാക്കി തരും. ഒരു കാര്യം ഓർക്കണം, ഈ ദിവസങ്ങളിൽ ആർക്കെതിരെയും ഉള്ളിൽ ക്ഷോഭം ഉണ്ടാകും, അത് പ്രകടിപ്പിക്കരുത്. ഉള്ളിൽ ആ വിദ്വേഷം വളർത്തരുത്. കാരണം ഈ ദിവസങ്ങളിൽ ക്ഷോഭം ഒരു ശക്തിയെ ദുർബലമാക്കും. ആ ശക്തി നിങ്ങളുടെ ഭാഗ്യ ഊർജമാണ്. ആദ്യ 7 ദിവസത്തിൽ ജോലിസ്ഥലത്ത് ഒരു പ്രധാന തീരുമാനം ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഒരു ദൗത്യം നൽകും. ആ ദൗത്യം ചെറുതായി കാണരുത്. ശനിയും ഗുരുവും ഒരുമിച്ചു നോക്കുന്ന ഈ നേരത്ത് ഓരോ ചെറിയ കാര്യവും ഒരു വലിയ ഭാഗ്യമാറ്റത്തിന്റെ ആദ്യ ചുവടാകും. ശ്രദ്ധാപൂർവം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ആ ഒരൊറ്റ തീരുമാനം വൃശ്ചിക രാശിക്കാരുടെ ഭാവി ഉദ്യോഗ ജീവിതത്തെ ഒരു പ്രധാന ദിശയിലേക്ക് തിരിക്കും. 7 ദിവസം കഴിഞ്ഞ് 14 ദിവസത്തിനകം കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഈ ഘട്ടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഔദ്യോഗിക ഉന്നതി അഥവാ ശ്രദ്ധ ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഗ്രഹനില അനുകൂലമാണ്. ഗുരുവിന്റെ ഊർജം ഒരു ബൃഹത്തായ ആകാശദൂതനെ പോലെ നിങ്ങൾക്ക് ചുറ്റും ഒരു രക്ഷകൊടിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കൊടിക്ക് കീഴിൽ ഒരു ശ്രദ്ധ ലഭിക്കണം, ഒരു ഉന്നതി ലഭിക്കണം, ഒരു അംഗീകാരം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. ബിസിനസ് ചെയ്യുന്ന വൃശ്ചിക രാശിക്കാർക്ക് ഈ കാലഘട്ടം ഒരു ഗൗരവശ്രദ്ധ ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. ഒരു ഭാഗത്ത് പുതിയ ഇടപാടുകൾക്കുള്ള സാധ്യതകൾ, മറ്റൊരു ഭാഗത്ത് ചില പഴയ ഇടപാടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രതിബന്ധങ്ങൾ. ശ്രദ്ധയില്ലാതെ ഈ ദിവസങ്ങളിൽ ഒരു ഉടമ്പടിയോ ഒരു ധാരണയോ ഒപ്പിടുന്നത് ഒഴിവാക്കുക. ഇത് ഒരു ഭയം ജനിപ്പിക്കേണ്ട കാര്യമല്ല, ഇത് ഒരു ജ്ഞാനം ഉള്ള ഒരു ജ്യോതിഷ മുന്നറിയിപ്പ് മാത്രമാണ്. ബിസിനസ് ഉള്ളവർക്ക് ഈ ആദ്യ 7 ദിവസം ഒരു പ്രധാന ഉപദേശം ഇതാണ്: ഒരിക്കലും ഒരൊറ്റ ആളുടെ വാക്കിൽ മാത്രം ആശ്രയിക്കരുത്. ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം, ഒരു ഇടപാടിന് ശേഷം ഒരൊറ്റ ദിവസം കൂടി കാത്തിരിക്കുക. ആ ഒരൊറ്റ ദിവസം ആ ഇടപാടിന്റെ ശരിയും തെറ്റും തിരിച്ചറിയാൻ ഒരു ദൈവിക സൂചന നൽകും. ഈ ജ്ഞാനം ഈ ദിവസങ്ങളിൽ ഒരു വലിയ നഷ്ടം ഒഴിവാക്കും. 7 ദിവസത്തിനു ശേഷം ബിസിനസ് ഒഴുക്കിൽ ഒരു ക്രമേണ മെച്ചം കാണാൻ സാധ്യതയുണ്ട്. ഒരു പഴയ ഉപഭോക്താവ് തിരിച്ചുവരും, അല്ലെങ്കിൽ ഒരു പഴയ ബന്ധം പുതിയ ഒരു അവസരം ഒരുക്കിക്കൊണ്ടുവരും. ഈ ബന്ധം ഒരിക്കലും കുറച്ചു കാണരുത്. ഗുരുവിന്റെ ദൃഷ്ടിയിൽ പഴയ ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഏതൊരു അവസരവും ഒരു ദൈവിക ദാനമാണ്. ആ ദാനം സ്വീകരിക്കുക, ആ ദാനം ആദരിക്കുക. ഇനി ധനകാര്യ മേഖലയിലേക്ക് വന്നാൽ, വൃശ്ചിക രാശിക്കാർ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക ധനസ്ഥിരത ആഗ്രഹിക്കുന്നുണ്ടാകും. ആ ആഗ്രഹം ശരിയാണ്. ഗ്രഹനിലകൾ ആ ആഗ്രഹത്തിന് ഒരു ദ്വാരം തുറക്കുന്നുണ്ട്. പക്ഷേ ആ ദ്വാരം ഉടൻ ഒരു വെള്ളപ്പൊക്കം ആകണമെന്നില്ല. ആദ്യം ഒരു ചെറിയ തോടുകണക്കെ ഒഴുകും. ക്ഷമ ഉണ്ടെങ്കിൽ ആ തോട് ഒരു നദിയാകും. ഈ ആദ്യ 7 ദിവസം ധനകാര്യ കാര്യങ്ങളിൽ ഒരു ഗൗരവജ്ഞാനം ഉള്ളത് ഒരു ആശ്വാസം ആകും. പ്രത്യേകിച്ച് കടം കൊടുക്കൽ, ഒരു ഇടപ്പോപ്പിടൽ, ഒരു വലിയ ചെലവ് ഇവ ഒഴിവാക്കുക. കൂടുതൽ ചോദ്യം ചോദിക്കാതെ ആർക്കും ഒന്നും കൊടുക്കരുത്. ഒരുതരം നഷ്ടം ഈ ദിവസങ്ങളിൽ ചില വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു ചെറിയ ആഘാതം ഉണ്ടാക്കാം. ആ ആഘാതം ഒഴിവാക്കാൻ ഈ ഒരൊറ്റ ജ്ഞാനം മതി. ഈ ദിവസങ്ങളിൽ ഒരൊറ്റ ഇടപ്പ് ആലോചിക്കുകയും ചെയ്ത ശേഷം മാത്രം ഒപ്പിടുക. 7 ദിവസം കഴിഞ്ഞ് 14 ദിവസത്തിനകം
ഒരു ചെറിയ ധനലാഭം ഒരു അപ്രതീക്ഷിത ദിശയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ആരൊക്കെ നൽകിയ പഴയ ഒരു കടം തിരിച്ചു കിട്ടും, ഒരു ചെറിയ ബോണസ് ലഭിക്കും, ഒരു ബന്ധുവിൽ നിന്ന് ഒരൊറ്റ സഹായം ലഭിക്കും. ഈ ചെറിയ ധനം അതിന്റെ ഏറ്റവും ശ്രേഷ്ഠ ഉദ്ദേശ്യത്തിനായി ഉപയോഗിക്കുക. ദൈവത്തിനൊരു ദീപം തെളിക്കാൻ, ഒരു ദരിദ്രനു ഭക്ഷണം നൽകാൻ, ഒരൊറ്റ സൗജന്യദേഹം ചെലവഴിക്കാൻ. ഈ ഒരൊറ്റ നടപടി ആ ഒഴുകി തുടങ്ങുന്ന ഭാഗ്യ ഊർജം ഒരിക്കലും തടഞ്ഞു നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കും. ഈ ദിവസങ്ങളിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ധനകാര്യ കാര്യങ്ങളിൽ ഒരു ഉപദേശക്കാരൻ ആവശ്യമെങ്കിൽ ഒരു വിശ്വസ്ത ആളെ മാത്രം തേടുക. ഈ ദിവസങ്ങളിൽ ഒരു ഭൂരിഭാഗം ആളുകൾ ഉപദേശം ഒരു ആഗ്രഹഭ്രമത്തോടെ നൽകും. ആ ഉപദേശം ആ ആളുടെ ഉദ്ദേശ്യം ശ്രദ്ധിച്ചു കേൾക്കൂ. ഉദ്ദേശ്യം ശുദ്ധമാണോ? ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ ആ ഉപദേശം ദൈവിക സൂചനയാണ്. ഉദ്ദേശ്യം ആ ആളുടെ ലാഭത്തിനുള്ളതാണ് എന്ന ഒരൊറ്റ സൂചന കിട്ടിയാൽ ആ ഉപദേശം ഒരൊറ്റ ചെവിയിൽ കേൾക്കുക, മറ്റൊരു ചെവിയിൽ ഒഴുക്കിക്കളയുക. ഒരു പ്രണയത്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത് ഒരുപാടുണ്ട്. വൃശ്ചികക്കാരെ, നിങ്ങളുടെ ഹൃദയം എക്കാലവും ഒരു ആഴക്കടൽ പോലെയാണ്. ആ കടലിന്റെ ഉള്ളിൽ എന്ത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. ആ ആഴങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒരു വലിയ ഓളം ഉയർന്നു വരികയാണ്. ആ ഓളം നിങ്ങളുടെ പ്രണയ ജീവിതത്തെ മുഴുവൻ പുതുക്കി എഴുതാൻ പോകുന്നു. ഇക്കാലത്ത് ബന്ധങ്ങളിൽ ഒരു വലിയ പരിശോധന നടക്കുന്നു. പ്രണയത്തിൽ ഉള്ളവർക്ക് ഒരു ചോദ്യം ഉള്ളിൽ ഉദിക്കും. ഈ ബന്ധം ശരിക്കും ആഴമുള്ളതാണോ, അതോ ഉപരിതലത്തിൽ മാത്രം ഒഴുകുന്ന ഒന്നാണോ? ഈ ചോദ്യം വൃശ്ചികരാശിയുടെ ഉള്ളിൽ ആഴത്തിൽ തറഞ്ഞു കയറും. ഗ്രഹങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ 7ാം ഭാവത്തിൽ, അതായത് ദാമ്പത്യഭാവത്തിൽ, ഒരു പ്രത്യേകമായ ഊർജം ഒഴുക്കുന്നുണ്ട്. ഈ ഊർജം ചിലർക്ക് വലിയ ആനന്ദം നൽകും. ചിലർക്ക് ആ ആനന്ദം ലഭിക്കും. എന്നാൽ മറ്റ് ചിലർക്ക് ഇത് ഒരു കഠിനമായ ഉണർവ് ആകും. ദീർഘകാലമായി പ്രണയത്തിൽ ഉള്ളവർക്ക് ഈ ഘട്ടം ഒരു നിർണായക കവലയിൽ കൊണ്ടുചെന്ന് നിർത്തും. ഇനി ഒന്നുകിൽ ആ ബന്ധം ആഴത്തിൽ വേരൂന്നും, അല്ലെങ്കിൽ അതിലെ ഉള്ളുപൊള്ളയായ ഭാഗങ്ങൾ പൊട്ടിവീരും. ഇത് ദൈവം ഒരുക്കിയ ഒരു ദിവ്യ പരിശോധന ആണ്. ഇതിൽ ഭയപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. ഏത് ബന്ധം ആണ് ശരിക്കും നിങ്ങളുടേത്, ഏത് ബന്ധം വിധിയുടെ ഭാഗം ആണ് എന്ന് ഈ ഘട്ടം തന്നെ തെളിയിക്കും. ആ തെളിവ് ചിലപ്പോൾ നൊമ്പരം ഉണ്ടാക്കും. ആ നൊമ്പരം ഒരു ശുദ്ധീകരണമാണ്. ഒറ്റയ്ക്ക് ഉള്ള വൃശ്ചിക ജാതകർക്ക് ഈ ഘട്ടം ഒരു വലിയ സന്ദേശം കൊണ്ടുവരുന്നു. ദൈവം ഒരാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുകയാണ്. ആ ആൾ ഒരുപക്ഷേ ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു സ്നേഹിതൻ, ഒരു പരിചിതൻ, ദൂരെ നിൽക്കുന്ന ഒരു ആൾ. ആ ബന്ധം ഒരു പ്രണയത്തിലേക്ക് വഴിമാറും. ഇത് ഗ്രഹസ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ശക്തമായ സൂചന ആണ്. ഈ ബന്ധം ദൈർഘ്യമേറിയ ഒന്ന് ആകും, ആഴമുള്ള ഒന്ന് ആകും. വൃശ്ചികത്തിന്റെ ഊർജവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ആൾ ആ ആൾ ആകും. വിവാഹിതരായ വൃശ്ചിക ജാതകർക്ക് ഈ ഘട്ടം ദാമ്പത്യ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകും. ഒരു കാലത്ത് ദൂരം അനുഭവപ്പെട്ടിരുന്ന ഇടത്ത് ഇപ്പോൾ ഒരു ചൂട് അനുഭവപ്പെടും. ഒരുമിച്ച് ചിരിക്കാൻ, ഒരുമിച്ച് ഇരിക്കാൻ, ഒരു ചെറിയ യാത്ര ചെയ്യാൻ. ഇത്തരം ചെറിയ ആഗ്രഹങ്ങൾ ഈ ഘട്ടത്തിൽ ഫലിക്കും. ചിലർക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം ഈ ഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. ഇരുവരും ഒരു ഉള്ളർ സംഭാഷണം നടത്തും. ആ സംഭാഷണം ബന്ധത്തെ ഒരു പുതിയ തലത്തിൽ എത്തിക്കും. എന്നാൽ ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില കടമ്പകൾ ഉണ്ടാകും. ഇത് ഭയത്തോടെ കാണേണ്ട ഒന്നല്ല. ഈ കടമ്പകൾ ഒരു ശുദ്ധീകരണമാണ്. വൃശ്ചിക രാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഏറ്റവും കഠിനമായ അഗ്നിപരീക്ഷ കഴിഞ്ഞ് ഉയിർക്കൊള്ളുന്ന ഫിനിക്സ് പക്ഷിയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പ് ഈ ഘട്ടത്തിൽ ദാമ്പത്യ ബന്ധത്തിലും സംഭവിക്കും. കുടുംബജീവിതത്തിൽ ഈ ഘട്ടം ഒരു ഉഷ്ണകാലഘട്ടമാണ്. ചില തർക്കങ്ങൾ, ചില അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകും. വൃദ്ധ മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് ഉപേക്ഷ ആകരുത്. ഒരു ചെറിയ സന്ദർശനം, ഒരു ഫോൺ വിളി, ഒരു ചെറിയ സഹായം, ഇവ ആ ബന്ധത്തെ ഊഷ്മളമാക്കും. കൂടാതെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു ബന്ധു ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പ്രധാന ഉപദേശം നൽകും. ആ ഉപദേശം ഉൾക്കൊള്ളുക. അത് ദൈവം അയക്കുന്ന ഒരു സന്ദേശമാണ്. ആരോഗ്യ വിഷയങ്ങളിൽ വൃശ്ചിക ജാതകർ ഇപ്പോൾ ഒന്ന് ഗൗരവം കൂട്ടേണ്ട സമയമാണ്. ഈ ഘട്ടത്തിൽ ശരീരം ചില സൂചനകൾ നൽകും. ആ സൂചനകൾ അവഗണിക്കരുത്. ശനി ഭഗവാൻ ആരോഗ്യഭാവത്തിൽ ഒരു ദൃഷ്ടി ഏൽപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ഭീഷണിയായി കാണേണ്ട. ഇത് ഒരു ഉണർത്തലാണ്. ദൈവം പറയുകയാണ്, ഇനി ശരീരത്തെ ശ്രദ്ധിക്കൂ, ഇനി ആരോഗ്യത്തെ ആദ്യം ഇടൂ. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ഈ ഘട്ടത്തിൽ ചില വൃശ്ചിക ജാതകർക്ക് അനുഭവപ്പെടും. ഭക്ഷണക്രമം ശ്രദ്ധിക്കേണ്ടതാണ്. എരിവും പുളിയും ഉള്ള ഭക്ഷണം ഈ ഘട്ടത്തിൽ കുറയ്ക്കേണ്ടതാണ്. ജലപാനം കൂടുതൽ ആക്കേണ്ടതാണ്. ഒരു ദിവ്യ ഔഷധം ഉണ്ടെങ്കിൽ അത് ത്രിഫലാണ്. ആ ഒറ്റ ഔഷധം ദഹനക്രിയ ശക്തമാക്കും, ശരീരത്തിലെ വിഷാംശങ്ങളെ ഒഴുക്കിക്കളയും. ഉറക്കക്കുറവ് ഈ ഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നം ആകും. രാഹു ഭഗവാന്റെ ഊർജം ഈ ഘട്ടത്തിൽ മനസ്സിന്റെ ഓട്ടം കൂട്ടും. ആ ഓട്ടം ഉറക്കത്തെ തടസ്സപ്പെടുത്തും. ഇതിനൊരു പരിഹാരം ഉണ്ട്. രാത്രി ഉറങ്ങും മുൻപ് ഒരു ദൈവ പ്രാർത്ഥന ചൊല്ലുക. ഇഷ്ടദൈവത്തിന്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ദൈവം ആരാണോ അദ്ദേഹത്തിന്റെ ഒരു ചൈതന്യം ഹൃദയത്തിൽ സ്ഥാപിക്കുക. ആ ഭക്തി ഒരു ശാന്തിലേപനം ആകും. ഈ ഘട്ടത്തിൽ ചിലർക്ക് ഒരു പഴയ ആരോഗ്യ പ്രശ്നം വീണ്ടും ഉണർന്നു വരാം.
അത് പൂർണ്ണമായും ഭേദമാക്കാൻ ഒരു നല്ല ഡോക്ടറെ കാണുക. വൈദ്യ ചികിത്സ ഒഴിവാക്കരുത്. ദൈവഭക്തിയും ഒപ്പം ഒരു ശക്തമായ ചികിത്സയും ഒരുമിച്ച് ചെല്ലുക. ആ ഒരുമ ആ ആരോഗ്യ പ്രശ്നം പൂർണ്ണമായും ഭേദമാക്കും. ഈ ഘട്ടത്തിൽ ഒരു ശ്വാസവ്യായാമം ദിവസവും ചെയ്യുക. പ്രാണായാമം ചെയ്യാൻ ആകുമെങ്കിൽ ആ ഒരു ചെറിയ ശ്രമം ഈ ഘട്ടത്തിൽ ഒരു വലിയ ഫലം നൽകും. ഗ്രഹ ഊർജം ഈ ഘട്ടത്തിൽ ശ്വസനക്രിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ശ്വസനം ഒരു ദൈവക്രിയ ആണ്. ആ ദൈവക്രിയ ആചരിക്കുക. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ ഘട്ടം ഒരു ഉണർവാണ്. ദീർഘകാലമായി ഒരു കോഴ്സ് ചെയ്യണം, ഒരു പഠനം പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ ഘട്ടത്തിൽ ആ ആഗ്രഹം ഫലിക്കും. ഒരു ഉന്നത പഠനസ്ഥാനത്ത് ഒരു ഇടം ലഭിക്കും. ഒരു നല്ല ഗൈഡ്, ഒരു നല്ല ഗുരു ഈ ഘട്ടത്തിൽ ജീവിതത്തിൽ വരും. ആ ഗുരുവിന്റെ വഴികാട്ടൽ ഒരു ദൈവദാനം ആകും. മത്സര പരീക്ഷകൾ ഉള്ളവർ ഈ ഘട്ടത്തിൽ ഊർജം കൂടുതൽ ആക്കേണ്ടതാണ്. ആ പരിശ്രമം ഒഴിവാക്കരുത്. ഗ്രഹ ഊർജം ഈ ഘട്ടത്തിൽ ബൗദ്ധിക ശക്തി കൂട്ടുന്നുണ്ട്. ആ ശക്തി ഉപയോഗിക്കുക. ആ ശക്തി ഒരു ദൈവദാനമാണ്. ആ ദാനം ഒഴിഞ്ഞ് ഇരിക്കരുത്. യാത്ര വിഷയത്തിൽ ഈ ഘട്ടം ഒരു ഹർഷദായകമായ വൃത്തിക്കോഴാണ്. ദൂരയാത്രകൾ, വിദേശയാത്രാ ആഗ്രഹങ്ങൾ ഈ ഘട്ടത്തിൽ ഫലിക്കും. ദീർഘകാലമായി ഒരു വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വാർത്ത വരും. ആ വാർത്ത ഒരു ദ്വാരം ആകും. ആ ദ്വാരത്തിലൂടെ ഒരു പുതിയ ജീവിതം ഉദിക്കും. ഒളിഞ്ഞ അപകടങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൗരവ മുന്നറിയിപ്പ് ഉണ്ട്. ഈ ഘട്ടത്തിൽ ചിലർ നിങ്ങൾക്ക് ഉപകാരിയാണ് എന്ന് ഭാവിക്കും. ആ ഭാവം ഒരു ആടയാണ്. ആ ആടക്ക് ഉള്ളിൽ ഒരു ദ്വേഷം ഒളിഞ്ഞിരിക്കും. ഈ ഘട്ടത്തിൽ ആർക്കും അന്ധമായി വിശ്വസിക്കരുത്. ഒരു ഒളിഞ്ഞ ശത്രു ഈ ഘട്ടത്തിൽ ഒരു ദ്രോഹം ചെയ്യാൻ ശ്രമിക്കും. ആ ദ്രോഹം ദൈവഭക്തിയുടെ കവചം ഇട്ടാൽ ഒരു ഫലവും ചെയ്യില്ല. 7 ദൈവനാമങ്ങൾ ഉദ്ദേശം ഓർക്കുക. ആ ഓർക്കൽ ഒരു ദൈവ കവചമാണ്. ഇനി ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയം ആയ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇത് ഒരു സാധാരണ ഗ്രഹമാറ്റം അല്ല. ഇത് ഒരു യുഗപ്രഭാതമാണ്. ഇത് ഒരു തലമുറ ഒരിക്കൽ മാത്രം അനുഭവിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ നിമിഷമാണ്. ഈ ഭൂമിയിൽ ഒരു ആൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം ഒരു ദൈവഘട്ടം ഒരുപക്ഷേ ഒരിക്കൽ മാത്രം ഉണ്ടാകും. ആ ഒരു ഘട്ടം ഇപ്പോൾ ഉദിക്കുകയാണ്. ഗുരു ഭഗവാൻ, ശനി ഭഗവാൻ, രാഹുദേവൻ ഇവർ ഒരേ സമയം ഒരു ഘടനയിൽ സ്ഥാനം ആകുന്ന ഒരു കോസ്മിക് ക്ഷണം ഇപ്പോഴാണ്. ഈ ക്ഷണം ഒരു ദൈവക്ഷണമാണ്. ഈ ക്ഷണത്തിൽ വൃശ്ചിക ജാതകർ ഒരു ഭൂകമ്പം പോലെ ഒരു ഉണർവ് അനുഭവിക്കും. ഈ ഉണർവ് ശരീരത്തിൽ അല്ല, ആത്മാവിൽ ആണ്. ഈ ഉണർവ് ഒരു ചോദ്യം ഉന്നയിക്കും. ഞാൻ ആർക്കുവേണ്ടി ജീവിക്കുന്നു? ഞാൻ ഏത് ദിശയിലേക്ക് ജീവിതം കൊണ്ടുപോകണം? ഞാൻ ഏത് ദൈവദൗത്യം ഏൽക്കാൻ ഈ ഭൂമിയിൽ വന്നു? ഈ ചോദ്യങ്ങൾ ഉത്തരം ആവശ്യപ്പെടും. ആ ഉത്തരം ഒരു ദൈവദർശനം പോലെ ലഭിക്കും. ഒരു ദ്രോഹം, ഒരു ആകസ്മിക അനുഭവം, ഒരു സ്വപ്നം. ഈ ഒരു കോസ്മിക് ക്ഷണത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ആ സംഭാഷണം കേൾക്കാനുള്ള ഒരു ശ്രദ്ധ ഇപ്പോൾ ആവശ്യമാണ്. ഈ ബ്രഹ്മാണ്ഡ ഘട്ടത്തിൽ ഒരു ജ്യോതിഷ് രഹസ്യമുണ്ട്. വൃശ്ചിക രാശിക്കാർ ജനിക്കുന്നത് ഒരു കർമ്മ ദൗത്യം ഏൽക്കാനാണ്. ആ ദൗത്യം ഈ ഘട്ടത്തിൽ ഉണർച്ച ലഭിക്കുകയാണ്. ഒരു ദൈവബീജം ഒരു ഇരുട്ടിൽ വളർന്ന് ഒരു ദിവ്യവൃക്ഷം ആകുന്ന പ്രക്രിയ ഇപ്പോൾ നടക്കുകയാണ്. ആ ഇരുട്ടിൽ ഭയക്കരുത്. ആ ഇരുട്ട് ആ ദൈവബീജത്തിന്റെ ഗർഭപാത്രമാണ്. ഈ ഘട്ടത്തിൽ ഒരു ശക്തമായ ദൈവക്ഷമ ഉണ്ടാകും. ഒരു കാലത്ത് ദ്രോഹിച്ചവർ ഇനി ദ്രോഹിക്കില്ല. ഒരു കാലത്ത് ഉണ്ടായ ഒരു ദ്രോഹം ഈ ഘട്ടത്തിൽ ഒരു ദൈവദൗത്യം ആയി മാറും. ആ ദ്രോഹം നിങ്ങളെ ഒരു ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ഉദ്ദേശിച്ച ഒരു ഉപകരണം ആണ്. ഈ ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ ഹൃദയം ഒരു ഭാരം ഇറക്കിവയ്ക്കും. ഒരു ജ്യോതിഷ് വിദ്വാൻ ഒരിക്കൽ പറഞ്ഞു, വൃശ്ചിക ജാതകർ ഒരിക്കലും ഒരു ഇരുട്ടിൽ ഉൾക്കൊള്ളില്ല. അവർ ആ ഇരുട്ടിനെ ഒരു ദൈവപ്രകാശമാക്കി മാറ്റും. ആ ദൈവപ്രകാശം ഈ ഘട്ടത്തിൽ ഉദിക്കുകയാണ്. ഈ ഉദ്ദേശം ഈ ഒരു ബ്രഹ്മാണ്ഡ ഘട്ടത്തിൽ ദൈവം ഒരുക്കിയ ഒരു ദൈവദർശനമാണ്. ഈ ഘട്ടത്തിൽ ഒരു ദൈവദർശനം ലഭിക്കും. ഒരു ക്ഷേത്ര ദർശനത്തിൽ, ഒരു പ്രഭാത പ്രാർത്ഥനയിൽ, ഒരു ഏകാന്ത ധ്യാനത്തിൽ. ദൈവം ഒരു സ്പർശം നൽകും. ആ സ്പർശം ഒരു ദൈവദൗത്യത്തിന്റെ ഉദ്ഘാടനം ആകും. ആ ദൗത്യം ഒരു ഉന്നത ലക്ഷ്യം ആകും. ആ ലക്ഷ്യം ഒരു ഒറ്റ ജന്മം കൊണ്ട്